എല്ലാവർക്കും നമസ്കാരം. ഫ്രീ മാർക്സിലേക്ക് സ്വാഗതം. ഞാനിവിടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാംസിന് തയ്യാറെടുക്കുന്ന സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വരുന്ന SSLC നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാംസിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ ഉദ്ദേശിച്ചുകൊണ്ട് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിശദമായി ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് പഠിച്ചാലൊരു സെൽഫ് കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസം ഉണ്ടാകും. നമുക്ക് പരീക്ഷ പോലെ ചെല്ലുമ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. 53.6 ദശാംശ സംഖ്യയുള്ള ചോദ്യമാണ്. 53.6 എന്ന സംഖ്യ 72.29 എത്ര കുറവാണെന്ന് ചോദിച്ചേക്കുന്നത്. അത് വലിയ സംഖ്യ, ചെറിയ സംഖ്യ അങ്ങ് കുറച്ചാൽ മതി. 72.29 നിന്ന് 53.6 അങ്ങ് കുറച്ചാൽ മതി. 18.69 വരും. സാധാരണ കുറയ്ക്കുന്ന പോലെ കുറച്ചാണ്. ദശാംശ സംഖ്യകളാണ് ഇവിടെ ബോറോ ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ സാധാരണ സംഖ്യ കുറയ്ക്കുന്ന പോലെ കുറച്ചാൽ മതി. 18.69 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 53.6 എന്ന സംഖ്യ 72.29 എത്ര കുറവാണെന്നാണ് വെച്ചേക്കുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ വലിയ സംഖ്യ ചെറിയ സംഖ്യ കുറച്ചാൽ നമ്മുടെ ഉത്തരം കിട്ടും. 72.29 53.6 കുറയ്ക്കുക. 18.69 ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഒരു ത്രികോണത്തിലെ കോണുകൾ 5:3:4 എന്ന അംശബന്ധത്തിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദിക്കാം, ഏറ്റവും വലിയ കോണേതാ, ഏറ്റവും ചെറിയ കോണുകൾ ഏതാണ്? ഏറ്റവും വലിയ ഇവിടെ ചോദിച്ചേക്കുന്നത് ഏറ്റവും ചെറിയ കോണാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ ഈ അംശബന്ധത്തിലെ ഏറ്റവും ചെറിയ അളവ് എടുക്കണം. അതായത് 5:3:4 3 ബൈ ഇത് 3 കൂടെ കൂട്ടണം. ഈ 5 3 4 അംശബന്ധത്തിലെ സംഖ്യകൾ കൂട്ടും. 5 3 4 12 കിട്ടും. 3/12 ഇൻറ്റു ഒരു ത്രികോണത്തിലെ കോണുകളുടെ അളവുകളുടെ തുക 180 ആണ്. അപ്പോൾ ഈ 3 ഇത് 3 കൂടെ കൂട്ടുന്നത് ഇൻറ്റു 180 നമുക്ക് 15 കിട്ടും. 45 കിട്ടും. ഓപ്ഷൻ ഡി ആണ്. ഏറ്റവും വലിയ കോണാണ് ചോദിച്ചെങ്കിൽ അതിൽ ഏറ്റവും വലിയ അളവ് എടുക്കും. 5 ഡിവൈഡഡ് ബൈ ഇത് 3 കൂടെ കൂട്ടുക. 5 3 4 കൂടെ 12 ഇൻറ്റു 180 എടുത്താൽ മതി. ഇത് സാധാരണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച് കാണാറുള്ള ചോദ്യമാണ്. ഒരു ത്രികോണത്തിലെ കോണുകളുടെ അളവുകളുടെ തുക 180 ആണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് വേറൊരു കണക്കിന്റെ ട്രിക്ക് പറഞ്ഞുതരാം. ഏതൊരു സംഖ്യയെ 101 കൊണ്ട് ഗുണിക്കുന്നതിനൊരു ട്രിക്കുണ്ട്. അതായത് ഈ 101നെ 22 കൊണ്ട് ഗുണിക്കാം. 22 ഒരു തവണ എഴുതുക, അത് വീണ്ടും കൂടെ റിപ്പീറ്റ് എഴുതരുത്. 101നെ നമ്മൾ ഗുണിച്ച് നിന്ന് സമയം കളയണ്ട. 101നെ 56 കൊണ്ട് ഗുണിക്കാമെങ്കിൽ 56 എഴുതുക, വീണ്ടും 56 എഴുതുക. ഇതൊരു ട്രിക്കാണ്, കണക്കിലെ ട്രിക്കാണ്. ചെറിയ ചെറിയ ഞൊടുക്ക് വിദ്യകളൊക്കെ മനസ്സിലാക്കിയിരിക്കുക. 101ഉം 58ഉം കൂടെ ഗുണിക്കണമെങ്കിൽ 58 എഴുതുക, അത് ഒരു തവണയും എഴുതുക. 58 ഇതാണ് ഉത്തരം. 101നെ ഏത് രണ്ടക്ക സംഖ്യകൾ കൊണ്ട് ഗുണിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. 101 ഇൻറ്റു 34 എന്ന് പറഞ്ഞാൽ 34 എഴുതുക, വീണ്ടും 34 എഴുതുക. ഇത് കണക്കിലെ കുറച്ച് കളികളാണ്. ഇങ്ങനെയൊക്കെയാണ് കുറെ ട്രിക്കുകൾ മനസ്സിലാക്കിയിരുന്നാൽ 101 ഗുണം 36 എന്ന് പറഞ്ഞാൽ 36 രണ്ട് തവണ ആ സംഖ്യ അങ്ങ് റിപ്പീറ്റ് ചെയ്ത് എഴുതിയാൽ മതി. ഏതൊരു രണ്ടക്ക സംഖ്യ 101 കൊണ്ട് ഗുണിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. ഇവിടെ 1 2 4 എക്സെട്ര എന്ന ശ്രേണിയിലെ 10ാം പദം എത്ര? ഇത് എന്ത് ശ്രേണിയാണ്? ഇത് സമാന്തര ശ്രേണിയല്ല, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ല, ഇത് GP ആണ്, ജിയോമെട്രിക് പ്രോഗ്രഷൻ. അതായത് ഒരു കൃത്യമായ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചു പോകും. 1 ഗുണം 2 2, 2 ഗുണം 2 4, ഇനി അടുത്ത 4 ഗുണം 2 2 എന്ന സംഖ്യ കൊണ്ട് ഗുണിച്ചു പോകും. അപ്പൊ ഇത് നമുക്ക് തന്നെ പൊതു ഗുണിക കണ്ടുപിടിക്കേണ്ടത്. കോമൺ റേഷ്യോ. അതായത് രണ്ടാമത്തെ പദത്തിനെ ആദ്യത്തെ പദം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് പൊതുഗുണികം കിട്ടും. പൊതുഗുണിതം, കോമൺ റേഷ്യോ. നമുക്ക് 10ാം പദം വെച്ചേക്കുന്നത്. എന്നിവിടെ 10 അപ്പൊ എന്നാം പദം കാണാൻ ഒരു ഫോർമുല ഉണ്ട്. AR⁻n−. ഇവിടെ എത്ര? 1ാം പദം 1 ഇൻറ്റു 6 ഇവിടെ എത്ര? പൊതുഗുണിതം 1 ഗുണം 2⁻10⁻1. എന്നിന് പകരം 10 10ാം പദം വെച്ചേക്കുന്നത് സമം 1 ഗുണം 2⁻9 2⁻9 512 കിട്ടും.
ഇതെല്ലാം കൂടെ ഗുണിച്ചാൽ 2 9 തവണ എഴുതി കൂടി 512 കിട്ടും. ഓപ്ഷൻ എ ആണ്. ഇതൊരു സമാന്തര ശ്രേണി അല്ല, ഇതൊരു സമഗുണിത ശ്രേണിയാണ്, സമഗുണിത പ്രോഗ്രഷനാണ്. അതായത് എങ്ങനെ അറിയുക, ഇതൊരു കൃത്യസംഖ്യ കൊണ്ട് ഗുണിച്ച് പോകും. 1നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 2 കിട്ടും, 2നെ 2 കൊണ്ട് ഗുണിച്ചാൽ 4 കിട്ടും, 2 വീതമാണ് ഗുണിച്ചെഴുതുന്നത്. അങ്ങനെ ഗുണിച്ചെഴുതുന്ന ആ ഫിക്സഡ് ആയിട്ടുള്ള സംഖ്യ നമ്മൾ പൊതു ഗുണിതം അഥവാ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് അങ്ങനെ കണ്ടുപിടിക്കും. രണ്ടാമത്തെ പദത്തിനെ ആദ്യത്തെ പദം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ മൂന്നാമത്തെ പദത്തിനെ രണ്ടാമത്തെ പദം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 6 കിട്ടി. AR⁻n−1 എന്നാണ് എല്ലാ പദം കാണാനുള്ള ഫോർമുല. ഇവിടെ 10 പദങ്ങളാണ് ചോദിച്ചത്. എ എന്ന് പറയുന്നത് ഒന്നാം പദം, ആർ എന്ന് പറയുന്നത് പൊതുഗുണിതം, രണ്ടാമത്തെ പദത്തെ ആദ്യത്തെ പദം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ 1 × AR⁻n−1 ആ ഫോർമുലയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 × 2 = 10 - 1 എന്നിന് പകരം 10 പദം വെച്ച്, അതായത് 1 × 2 = 9. 2 = 9 നമുക്ക് സ്പ്ലിറ്റ് ചെയ്താൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. 2 ക്യൂബിന്റെ 2 ക്യൂബിന്റെ 2 ക്യൂബ് 3 3 6 3 9. 8 × 8 × 8 അല്ലെ 9 ആണ് എഴുതി ഗുണിക്കുക. 512 കിട്ടും. 512 കിട്ടും. ഓപ്ഷൻ എ ആണ് ഉത്തരം. 6ന്റെ ആദ്യ 6 ഗുണിതങ്ങളുടെ മാധ്യം വെച്ചേക്കുന്നത്. അപ്പൊ 6ന്റെ ആദ്യ ഗുണിതങ്ങൾ എഴുതുക. ആദ്യത്തെ 6 ഗുണിതങ്ങൾ എഴുതുക. 6 1 6, 6 2 12, 6 3 18, 6 4 24, 6 5 30, 6 36. നമ്മള് കുറെ സംഖ്യകൾ തന്നിട്ട് അതിന്റെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ എഴുതണം. ഇവിടെ നമുക്ക് ഇങ്ങനെ അങ്ങ് ഗുണിതങ്ങളാണ് ചോദിച്ചേക്കുന്നത്, അതുകൊണ്ട് ഗുണിതങ്ങൾ എഴുതി 6 ഗുണിതങ്ങൾ. ഇപ്പൊ ഈ ഒത്ത മധ്യത്ത് ഒരെണ്ണം വരുന്നുണ്ടെങ്കിൽ അതായിരിക്കും അതിന്റെ മാധ്യം. ഇവിടെ 2 എണ്ണം വരുന്നുണ്ട്, അതുകൊണ്ട് ഇത് രണ്ടും കൂടെ അപ്പുറം 2 ഇപ്പുറം 2. അപ്പൊ മധ്യത്തിലുള്ള 2 പദങ്ങളാണ് വരുന്നത്. രണ്ടും കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിച്ചാൽ മതി, നമ്മുടെ ഉത്തരം കിട്ടും. 42/2 21 ആണ് ഉത്തരം. ഇവിടെ ഓപ്ഷനിൽ ശരി ഉത്തരം ഒന്നുമില്ല. ഇവിടെ 21 ആണ് ഉത്തരം. 21 ഓപ്ഷനിലില്ല. ഇവിടെ x - a × x - b × x - c x - z ഇതിന്റെ വില 0 ആണ്. കാരണം ഇവിടെ ഇങ്ങനെ വന്ന് x - x എന്നൊരു ടേം വരും. അപ്പോൾ 0 ആകുമ്പോൾ വളരെ 0 ആയിരിക്കും. 1 - 50 × 2 - 50 × 3 - 50 etc 100 - 50 ഇതും 0 ആയിപ്പോകും. കാരണം ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് 50 - 50 എന്നൊരു ടേം വരും. m - a × m - b × m - c etc m - z സാധാരണ ചോദിച്ചു കാണാനുള്ള ഇതും അവിടെ പ്രോഡക്റ്റ് 0 ആയിപ്പോകും. കാരണം ഇതിൽ m - m എന്നൊരു ടേം വരും. ഇവിടെ z = x + y തന്നിട്ടുണ്ട്. എക്സിന്റെ വില തന്നിട്ടുണ്ട്, വൈയുടെ വില തന്നിട്ടുണ്ട്. എക്സിന്റെ വില -10, വൈയുടെ വില 3. അങ്ങനെയായാൽ ഇസഡിന്റെ വില എത്ര? അപ്പൊ ഇസഡിന്റെ വില ഇത് എക്സിന്റെ വൈയുടെ വില എന്ന് കൊടുത്താൽ മതി, അപ്പൊ കിട്ടും. x + y ആണ്. എക്സ് എന്ന് പറയുന്നത് എത്ര? -10 + y 3. 2 വ്യത്യസ്ത ചിഹ്നങ്ങളുള്ള സംഖ്യകൾ ക്രിയേറ്റ് ചെയ്യാൻ വന്നാൽ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും കുറയ്ക്കും. ഇവിടെ -10ഉം +3 ആണ്. 10ൽ നിന്ന് 3 പോകെ 7. ഇനി വലിയ സംഖ്യയുടെ ചിഹ്നം ഏതാണോ അത് ഇടുക, -7. ഉണ്ട് വലിയ സംഖ്യയിൽ ചെറിയ സംഖ്യ കുറയ്ക്കുക, വലിയ സംഖ്യയുടെ ചിഹ്നം ഇടുക. 2 വ്യത്യസ്ത ചിഹ്നമുള്ള സംഖ്യകൾ ചെയ്യാൻ വന്നാൽ ഇവിടെ നെഗറ്റീവും പോസിറ്റീവും ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വലിയ സംഖ്യയിൽ ചെറിയ സംഖ്യ കുറയ്ക്കുക, വലിയ സംഖ്യയുടെ ചിഹ്നം ഇടുക. അതായത് -7 കിട്ടും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഈ കൂട്ടത്തിൽ പെടാത്തത് 12, 48, 24, 16 ആണ് ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. കാരണം ബാക്കിയെല്ലാം 12ന്റെ ഗുണിതങ്ങളാണ്. 12 1 12, 12 4 48, 12 2 24. ബാക്കിയെല്ലാം 12ന്റെ ഗുണിതങ്ങളാണ്. ഇത് മാത്രം 12 വെച്ച് ഡിവിസിബിൾ അല്ല. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 16. ഇവിടെ ഒരു വരിയിൽ നിന്ന് മുന്നിൽ നിന്ന് 4-മതും പിന്നിൽ നിന്ന് 20-മതുമായാൽ വരിയിൽ ആകെ എത്ര പേരുണ്ട്? ഇത് സമാനമായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണാറുണ്ട്. അത് നമുക്ക് ഇത് രണ്ടും കൂടെ കൂട്ടുക. മുന്നിൽ നിന്നുള്ള പിന്നിൽ നിന്നുള്ള 4 20 കൂടെ കൂട്ടിയിട്ട് ഈ 4 20 കൂടെ കൂട്ടിയിട്ട് 1 കുറച്ചാൽ 4 + 20 -1. അപ്പോൾ 24 + 24 1 കുറയ്ക്കും, 23. അങ്ങനെ കണക്കായിട്ട് ചെയ്യുക. മുന്നിൽ നിന്നുള്ളതും പിന്നിൽ നിന്നുള്ളതും കൂട്ടിയിട്ട് 1 കുറച്ചാൽ 4 20 24 23. ഓപ്ഷൻ സി ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർന്ന് ഇതുപോലെയുള്ള ധാരാളം വീഡിയോകൾ, PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ഇതുപോലെയുള്ള ധാരാളം വീഡിയോകൾ ശ്രീമാത്സിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. 2500 പരം PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ശ്രീമാത്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദശാംശ സംഖ്യകൾ, ഭിന്ന സംഖ്യകൾ, ക്ലോക്ക്,
ട്രെയിൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, കണക്കിലെ കളികൾ, ഫാസ്റ്റസ്റ്റ് മെത്തേഡ്സ് ഓഫ് കാൽക്കുലേഷൻസ്, ഇവയെല്ലാം വിശദമായിട്ട്, കലണ്ടർ, ക്ലോക്ക്, ഇതെല്ലാം വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.